നമസ്കാരം. നമ്മളിന്നൊരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ പൊട്ടിയ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ മുഴുവനും സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ മാറ്റുന്നതെന്ന് നോക്കാം. മിയുടെ ആൻഡ്രോയിഡ് 1 വെർഷനായ Mi A2 ആണ്. ജെക്ടർ പിൻ ഓപ്പൺ ചെയ്ത് പാനൽ റിമൂവ് ചെയ്യുക. നമ്മൾ ആദ്യം ജെക്ടർ പിന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ അടിയിൽ സ്ക്രൂ അടിക്കുക. ചെറിയ സ്റ്റാറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് അടിയിൽ സ്ക്രൂ ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്ക്രൂ പോകാതെ ശ്രദ്ധിക്കണം. സ്ക്രൂ ചെപ്പോ അടപ്പോ എന്തെങ്കിലും ഇട്ട് വെക്കുക. സ്ക്രൂ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കണം. അതിനുശേഷം കാർഡ് ഉപയോഗിച്ച് നമുക്ക് പാനൽ റിമൂവ് ചെയ്തെടുക്കാം. സ്ക്രീൻ കാർഡിൻ്റെ 5D കാർഡിൻ്റെ ബാക്കിലുള്ള കാർഡാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ എടുക്കുന്നത്. സൈഡ് നോക്കി പൊട്ടാതെ റിമൂവ് ചെയ്തെടുക്കുക. സ്ക്രൂ അഴിക്കുക. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ അഴിച്ചെടുക്കുക. നമ്മളിത് ശരിക്കും ഹീറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇത്തിരി പൊന്തി നിൽക്കണ കാരണം നമുക്ക് കാർഡ് ഉപയോഗിച്ച് തന്നെ തിക്കെടുക്കാം. കാർഡ് ഉപയോഗിച്ച് തിക്കെടുക്കുമ്പോൾ പശ ചിലപ്പോൾ ടൈറ്റായിരിക്കും. നമ്മൾ കൈയൊക്കെ നോക്കി ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ കയറാൻ സാധ്യതയുണ്ട്. പയ്യെ കാർഡിട്ട് തിക്കി സൈഡിൽ നിന്ന് പശ റിമൂവ് ചെയ്ത് നോക്കിയെടുക്കുക. ഇത് പൊട്ടിയിരിക്കുന്ന കാരണം അല്ലെങ്കിൽ നമ്മൾ ഹീറ്റർ വെച്ച് ഹീറ്റ് അടിച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പൊട്ടിയിരിക്കണ കാരണം കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഊരിയെടുക്കുക. സ്ട്രിപ്പ് നോക്കി ശ്രദ്ധിച്ചെടുക്കാം. ഡിസ്പ്ലേ ഇപ്പോൾ ഊരിപ്പോന്നേക്കണം. അതിനുശേഷം ഇവിടുത്തെ കാർഡ്, ഇയർ സ്പീക്കറിൻ്റെ കാർഡ് ഊരിയെടുത്ത് മാറ്റാം. ഡിസ്പ്ലേ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഫ്രെയിം ക്ലീൻ ചെയ്ത് വെക്കാം. ഡിസ്പ്ലേ കണക്ഷൻ വരുന്നത് നമ്മുടെ ഇവിടെയാണ്. ഈ കണക്ടറിലാണ് ഡിസ്പ്ലേ കണക്ഷൻ വരുന്നത്. ഇത് സെൻസറാണ്, പ്രോക്സിമിറ്റി സെൻസർ, ഫ്രണ്ട് ക്യാമറ. ഇത് റിങ്ങർ, വോളിയം നമുക്ക് കോൾ ചെയ്യുമ്പോൾ കേൾക്കണം റിങ്ങർ. ഇതിൻ്റെ അടിയിലായിട്ടാണ് മൈക്ക് വരുന്നത്. ഇത് നെറ്റ്വർക്ക് കണക്ഷൻ, മെയിൻ ബോഡിയിൽ നിന്ന് വരുന്ന നെറ്റ്വർക്ക് കണക്ഷനാണ്. പിന്നെ ഇത് ചാർജിങ് പിന്ന്, C-ടൈപ്പ് ചാർജിങ് പിന്നാണ് ഇതിൽ വരുന്നത്. അടുത്ത് നമുക്ക് ഡിസ്പ്ലേ ഒട്ടിക്കാൻ ഇട്ടുള്ള നോക്കാം. നമ്മൾ മേടിച്ചേക്കുന്നത് OGS തന്നെ കോപ്പി ഡിസ്പ്ലേ ആണ് മേടിച്ചേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി കണക്ടർ ഊരിയിട്ട് ഡിസ്പ്ലേ കണക്ട് ചെയ്യുക. അതിനുശേഷം ബാറ്ററി കണക്ടർ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. തിരിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടച്ച് ആകാതിരിക്കാൻ നമുക്ക് കാർഡ് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. ചെക്ക് ചെയ്യാനായിട്ട് ഓണാക്കാം. ആൻഡ്രോയിഡ് 1 വെർഷനാണ് ഇതിൻ്റെ അകത്ത് Mi A2 വരുന്നത്. പിന്നെ തന്നെ വാറണ്ടി സ്റ്റിക്കറാണത്. ഇത് ഒരാഴ്ച വാറണ്ടി ഉണ്ടാവും. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ വാറണ്ടി ഉണ്ടാവില്ല. ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണെന്നൊക്കെ നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ വാറണ്ടി സീലൊക്കെ പൊട്ടിക്കാം. നമുക്ക് ഫ്രെയിമിലേക്ക് സൂക്ഷിച്ച് ഓപ്പൺ ചെയ്തെടുക്കാം. പറ്റാവുന്നതും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബാറ്ററി കണക്ടർ ഊരിയിട്ട് ബാറ്ററി കണക്ടർ ആദ്യം ഊരാം. സ്വിച്ച് ഓഫ് ആക്കാം, ബാറ്ററി കണക്ടർ ഊരാം. അതിനുശേഷം ഡിസ്പ്ലേയുടെ കണക്ടർ ശ്രദ്ധിച്ച് ഊരണം. ഇനിയിപ്പോൾ ഫ്രെയിമിലേക്ക് നമുക്ക് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം. ഗമ്മൊക്കെ പരമാവധി നമ്മൾ കളയാം. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത ഡിസ്പ്ലേ എടുത്ത് വാറണ്ടി സീലാണിത്. വാറണ്ടി സീൽ പൊട്ടിച്ചിട്ട് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാം. വാറണ്ടി സീൽ പൊട്ടിച്ച് കളയാം. അല്ലെങ്കിൽ ഗമ്മിൻ്റെ ഇടയിലിരുന്ന് ഡിസ്പ്ലേക്ക് പൊക്കം വെളിച്ചം പുറത്തോട്ട് വരും. അത് കാരണം വാറണ്ടി സീൽ നമ്മൾ പകുതി റിമൂവ് ചെയ്ത് കളയാം. ശേഷം ബാക്കിലത്തെ ഒരു ഇത് വരുന്നുണ്ട്, കോട്ടിങ്. അത് നമ്മൾ ഊരി മാറ്റാം. കോട്ടിങ് ശ്രദ്ധിച്ച് ഊരിയെടുക്കണം.
കോട്ടിങ് വഴി മാറ്റാം. ഇയർ സ്പീക്കറിൻ്റെ ഗാർഡ് അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. ഗാർഡ് മര്യാദ ക്ലീൻ ചെയ്യാം. ഈ സ്പീക്കറിൻ്റെ സൗണ്ട് കുറവായിരിക്കും. ഇയർ ഗാർഡ് ഒട്ടിക്കുക. ഇയർ ഗാർഡിൻ്റെ പശ പോയിട്ടുണ്ട്, അതായത് നമ്മൾ ഇത്തിരി ചെറിയതായിട്ട് ഗമ്മിട്ടിട്ട് നൈസായിട്ട് ഒട്ടിക്കുക. കറക്റ്റായിട്ട് വെച്ച് ഗാർഡ് ഒട്ടിക്കുക. നമുക്ക് ഫ്രെയിമിലേക്ക് ഗമ്മ് വെച്ച് കൊടുക്കാം. T7000 മൾട്ടി കളർ. നമുക്കിത് ബ്ലാക്കാണ്, 2 കളർ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. നമ്മൾ ബ്ലാക്കാണ് യൂസ് ചെയ്യണത്. ഡിസ്പ്ലേ അനുസരിച്ചാണ് കളർ യൂസ് ചെയ്ത് ഗമ്മ് ഉപയോഗിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഗമ്മ് പുറത്തോട്ടാകാത്ത രീതിയിൽ വണ്ടി വേണ്ടിയിട്ട് ചെറുതായിട്ട് തേച്ച് കൊടുക്കുക. അടിയിലേക്ക് ആയത് ഡിസ്പ്ലേയിൽ പാട് കാണിക്കും. ഡിസ്പ്ലേ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. കണക്ടർ ആദ്യം ശ്രദ്ധാപൂർവം ഉള്ളിൽ കൂടി കയറ്റി ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രിപ്പ് കറക്റ്റായിട്ട് വെച്ച് ഇതിലേക്ക് ഫിക്സ് ആയി നോക്കുക. വശേക്കൊന്ന് ചെറുതായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ക്ലീൻ ചെയ്യണം. ക്ലീനിങ് ഒക്കെ ലാസ്റ്റാണ്. അപ്പോൾ വശം വെച്ച് കറക്റ്റായിട്ട് വെക്കാം. ഇത് ഉപയോഗിച്ച് ഇങ്ങനെ വെച്ച് സ്ട്രിപ്പ് എടുക്കുക. സ്ട്രിപ്പ് എടുത്ത് കണക്ട് ചെയ്യാം. ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. ഗാർഡ് ഫിക്സ് ചെയ്യാം. സ്ക്രൂ ഇട്ടിടുക. സ്ക്രൂ നമ്മൾ അതിൻ്റെ അത് കറക്റ്റായിട്ടിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം മെല്ലെ കാർഡ് മാറ്റി നേരെ എടുക്കുക. സ്ട്രിപ്പ് മടങ്ങാത്ത രീതിയിൽ ഇത് ഓണാക്കി വെക്കുക. ഡിസ്പ്ലേ ഒക്കെയാണ് നോക്കുക. ഓണാണ്. ഇത് മോഡിൽ ലോക്ക് വരുന്നത്. ലോക്കിലേക്ക് കറക്റ്റായിട്ട് കയറ്റാം. ഫിക്സ് ആക്കാം. ഗ്യാപ്പുകൾ ചെയ്യുക. എല്ലാ ഗ്യാപ്പുകളും കണ്ടിട്ട് അടച്ചിട്ട് സിം ട്രേ ഇട്ട് കൊടുക്കുക. ഓൺ മോഡിൽ വെച്ച് ഡിസ്പ്ലേ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. വല്ല ബാക്കിൽ വല്ല ഗമ്മ് കയറിയിട്ട് പാടോ എന്തെങ്കിലും ഉണ്ടാകാനാണ് ഓൺ മോഡിൽ വെച്ച് നമ്മൾ ഇടുന്നത്. റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഡിസ്പ്ലേ കുഴപ്പമൊന്നുമില്ല, സൈഡിൽ കൂടി വെളിച്ചൊന്നും വന്നില്ല. റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക. കോപ്പി ഡിസ്പ്ലേ ആയാലും പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓവർ ടൈറ്റ് ആകരുത്. മീഡിയം ടൈറ്റിൽ നമ്മൾ കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. കോപ്പി ഡിസ്പ്ലേക്ക് MiA2 വരുന്നത് 2100 ഒറിജിനൽ ഡിസ്പ്ലേക്ക് വരുന്നത് 4 സർവീസ് ചാർജ് അടക്കം 4900 വരും. നമുക്ക് ഈ ഡിസ്പ്ലേ വന്നത് മാത്രമായിട്ട് കോപ്പിക്ക് വന്നത് 2100. 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഗമ്മൊക്കെ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഇരിക്കും. അടിയിൽ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക. സ്റ്റാർ വെച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് 1 മണിക്കൂർ നമ്മളിപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് 1 മണിക്കൂർ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ടാണ് എന്നാലേ ഗമ്മ് കറക്റ്റായിട്ട് ഫിക്സ് ആവുള്ളൂ. അതിൻ്റെ സൈഡിലുള്ള ഗമ്മൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ IP ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ 1 മണിക്കൂർ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്യണം. നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്ത് അങ്ങനെ എടുക്കാം. വേഗം സൈഡൊക്കെ ചെക്ക് ചെയ്യുക. വെളിച്ചം അങ്ങനെ ഉണ്ടാകും നോക്കാം. ഡിസ്പ്ലേ എന്നുള്ള പുറത്ത് ഈ പുറത്തിരിക്കുന്ന ഗമ്മൊക്കെ അങ്ങനെ റിമൂവ് ചെയ്യുക. സ്റ്റിക്കറങ്ങ് പൊളിക്കളയുക. സ്റ്റിക്കർ പൊളിച്ച് സൈഡിലത്തെ ഗമ്മൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ IP ഉപയോഗിച്ച് ക്ലോത്തും വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നമ്മൾ ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്ത് ഇത് ഗമ്മൊക്കെ ക്ലീൻ ചെയ്ത് കളയാം. സൈഡ് ഗമ്മുണ്ടാകും നോക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പങ്ങളൊന്നും കാണില്ല. ഈ രീതിയിലാണ് നമ്മൾ ഡിസ്പ്ലേകളൊക്കെ ചേഞ്ച് ചെയ്യണത്. ഇങ്ങനെയാണ്. ഓരോ മോഡലിനും ഓരോ ടൈപ്പായിരിക്കും ഡിസ്പ്ലേകൾ ചേഞ്ച് ചെയ്ത് വരുന്നത്.
വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.